ഇപ്പോൾ നമ്മൾ ഒരു ബെൽറ്റ് പുതിയതായി എങ്ങനെ മെഷീനിൽ അളവ് കൃത്യതയോടെ ഫിക്സ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സെൽഫ്-മെയ്ഡ് മെക്കാനിക്. എൻ്റെ പേര് ബേബിയാണ്. ഞാനൊരു തയ്യൽ മെഷീൻ മെക്കാനിക്കാണ്. കഴിഞ്ഞ 25 വർഷത്തെ എൻ്റെ തയ്യൽ മെഷീൻ റിപ്പയറിംഗ് അനുഭവ സമ്പത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതെല്ലാം ഞാൻ പറഞ്ഞു തരും. നമുക്ക് തുടങ്ങാം. ഇപ്പോൾ നമ്മൾ ഒരു ബെൽറ്റ് പുതിയതായി എങ്ങനെ മെഷീനിൽ അളവ് കൃത്യതയോടെ ഫിക്സ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. പുതിയ ബെൽറ്റ് വാങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള ഫൈബർ റീഇൻഫോഴ്സ്ഡ് ബെൽറ്റ് തന്നെ വാങ്ങാൻ ശ്രമിക്കുക. ഇത് നല്ല ലാസ്റ്റിംഗ് ഉള്ള ബെൽറ്റാണ്. ചൈന നിർമ്മിതമായ ഇത്തരം ബെൽറ്റ് ഫൈബർ റീഇൻഫോഴ്സ് നല്ല ബലമുള്ള ബെൽറ്റാണ്. ഇത് എടുക്കുമ്പോൾ തന്നെ ഇതുപോലെ ഇതിൻ്റെ മടക്കുകൾ ഓപ്പോസിറ്റ് ദിശയിൽ നല്ല ബലം കൊടുത്ത് ഒന്ന് നിവർത്തിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്തരം ബെൽറ്റുകൾക്ക് താരതമ്യേന വില കുറവാണ്. അതേസമയം ഇതിൻ്റെ കാലദൈർഘ്യം കൂടുതലും വളരെ പ്രയോജനകരമായി കണ്ടിട്ടുള്ള ഒരു തരം ബെൽറ്റാണിത്. മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ലെതർ ബെൽറ്റ് അത് വളരെ കാലമൊന്നും നിലനിൽക്കുകയില്ല. കുറച്ച് നാളുകൾ കൊണ്ട് അതിൻ്റെ ഈർപ്പം ജലാംശം നഷ്ടപ്പെട്ട് ഉണങ്ങി ഒടിഞ്ഞു പോകുന്നതായി കണ്ടിട്ടുണ്ട്. ഇതുകൂടാതെ ചില കോട്ടൺ നാട രൂപത്തിലുള്ള ബെൽറ്റുകൾ മാർക്കറ്റിലുണ്ട്. അവയും നമ്മൾ തുണി കൊണ്ടുള്ള പേര് ഉണ്ടാക്കിയ ബെൽറ്റായി മാത്രമേ ഉപയോഗപ്പെടുകയുള്ളൂ. അധികം കാലം നിലനിൽക്കുകയില്ല. ഈ ബെൽറ്റിന്റെ ഒരു വശത്തൊരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. ക്ലിപ്പ് ഇത് ഉറപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ബലമുള്ള ക്ലിപ്പാണ്, ഒടിഞ്ഞു പോവുകയൊന്നുമില്ല. ഇതും കൂടി നിങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. പൊതുവെ ഇത്തരത്തിൽ വരുന്ന മഞ്ഞ വള്ളി വരുന്ന ക്ലിപ്പ് വളരെ ഗുണകരമായി കണ്ടിട്ടുണ്ട്. ബെൽറ്റ് ഇടാനായി നമ്മൾ ആദ്യമേ തന്നെ അളവെടുക്കണം. അതിനായി മെഷീന്റെ പുറകുവശത്തുള്ള ടേബിളിന്റെ ഹോളിലൂടെ ആണ് ആദ്യം എടുക്കേണ്ടത്. ഇതിന് തൊട്ട് താഴെ വീലിന്റെ ഭാഗത്തൊരു ബെൽറ്റ് ഗൈഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഗൈഡിലൂടെ കോർത്തെടുത്ത് ബെൽറ്റ് പുള്ളിയുടെ മുകളിലൂടെ ഈ ഹോളിൽ താഴെയിട്ട് തുടർന്ന് ഇവിടെ പുള്ളിയിലൂടെ വരുന്ന വീലിലൂടെ വരുന്ന ബെൽറ്റിന്റെ ഭാഗം കൃത്യമായി സ്ലോട്ടിൽ കടത്തിയിട്ട് കൈകൊണ്ട് ഈ ബെൽറ്റിൽ പിടിച്ചുകൊണ്ട് എന്ന് പ്രത്യേകം പറയാൻ കാരണം ഇത് സ്ലിപ്പായി ചാടിപ്പോകും. പിടിച്ചുകൊണ്ട് ഈ ഹോളിലൂടെ കടത്തി മുകളിലേക്ക് എത്തിക്കും. ഇത് വലിച്ചു പിടിക്കുമ്പോൾ പരസ്പരം മുട്ടണം. ഇതാണ് ഇതിന്റെ കൃത്യമായ ലക്ഷണം. വലിച്ചു പിടിക്കുമ്പോൾ ഈ രണ്ട് അഗ്രങ്ങളും കൂട്ടിമുട്ടും. ചില ബെൽറ്റുകൾ നീളം കൂടുതൽ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവ വലിച്ചു പിടിച്ച് ഒരു അടയാളം മനസ്സിൽ കണ്ട് അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് ബാക്കിയുള്ള നീളം മുറിച്ചു കളയാം. ഈ ബെൽറ്റ് കൃത്യമായ അളവിൽ തന്നെ ഉള്ളതാണ്, അതുകൊണ്ട് മുറിക്കേണ്ടതില്ല. ഇനി നമ്മൾ ഇതിന്റെ ക്ലിപ്പ് ഇടാനാണ് പോകുന്നത്. അതിനു മുൻപായി വലിയ വീലിൽ നിന്ന് ഈ ബെൽറ്റിനെ വിടുവിക്കുക. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിന് നീളം ഈ ബെൽറ്റിന്റെ മറ്റേ അഗ്രം
ഈ ക്ലിപ്പ് കടക്കാനായിട്ടുള്ള ഒരു ഹോൾ ഇടേണ്ടതുണ്ട്. ഇതിനായി നമ്മൾ പ്ലെയർ ഉപയോഗിച്ച് ഈ ഹോൾ ഇടുന്ന ഭാഗം ഒന്ന് അമർത്തുക. ഇപ്പോൾ ഈ ബെൽറ്റിന് ഒരു പരന്ന രൂപം ഇവിടെ വരികയും ഇവിടെ നമുക്ക് ഈ ക്ലിപ്പിൻ്റെ പകുതി നീളത്തിൽ ഒരു ഹോൾ ഇടുകയും ചെയ്യുക. ഹോൾ ഇടാനായി മുനയുള്ള ഒരാണി മെഷീൻ്റെ ഇവിടെ ഉള്ള ഒരു ഹോളിന് മുകളിൽ അല്ലെങ്കിൽ സ്പൂൾ പിൻ ഉറപ്പിക്കുന്നതിന് തൊട്ടടുത്ത് ഒരു ഹോളുണ്ട്, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു ഹോൾ. ഈ ഹോളിന് മുകളിൽ വച്ചുകൊണ്ട് മുനയുള്ള ഭാഗം ഹോളിൽ ഇറങ്ങി ചെല്ലുമ്പോൾ ഹോളിൽ വരത്തക്ക രീതിയിൽ വയ്ക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ ആണി ഇവിടെ കൃത്യമായ ഒരു തുള വീഴ്ത്തിയിട്ടുണ്ട്. ഈ ക്ലിപ്പ് വലിച്ചെടുത്ത് ഈ ആണി അടിച്ചു കയറ്റിയ ദിശയിൽ നിന്ന് ഈ ക്ലിപ്പ് ഇതിലേക്ക് ഇട്ടുകൊണ്ട് പ്ലെയറിന് മുറിക്കിയാൽ മതി. ഇത് ഊരിയെടുത്താൽ ഉടൻ തന്നെ ക്ലിപ്പ് കയറ്റാനായി ശ്രദ്ധിക്കുക. അതല്ല എങ്കിൽ ആ ഹോൾ, ഈ ബെൽറ്റ് അല്പം ടെമ്പർ കൂടിയതിനാൽ ഹോൾ അടഞ്ഞു പോകും. ഇത് ഇങ്ങനെ ഒപ്പം രണ്ട് അഗ്രവും ഒപ്പം വിരൽ കൊണ്ട് പിടിച്ച ശേഷം ഒരു പ്ലെയർ ഉപയോഗിച്ച് ഈ ക്ലിപ്പിനെ മടക്കുക. ഒപ്പം ഇത് രണ്ട് അഗ്രവും ചേർന്ന് ഒരേ ലൈനിൽ ഇരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം പൂർണ്ണമായും ക്ലിപ്പ് നോക്കുക. കൈ ഓടിച്ചു നോക്കിയാൽ അല്പം പോലും തടസ്സം തോന്നാത്ത രീതിയിൽ ആയിരിക്കണം ഈ ബെൽറ്റ് ഉറപ്പിക്കുന്നത്. യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ ഭംഗിയായി ഒരേ രീതിയിൽ ഇരിക്കണം. പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ മെസ്സേജ് സൗജന്യമായി ലഭിക്കുന്നതിന് വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പുഷ് ചെയ്യുക. ഹോൾ ഇടുമ്പോൾ കൃത്യം മധ്യഭാഗത്തായി തന്നെ വരാനായി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ബെൽറ്റ് ഇട്ട് നോക്കാം. മെഷീൻ്റെ ബെൽറ്റ് കയറ്റിയിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മെഷീൻ്റെ ഹാൻഡ് വീലിൽ, ഫ്ലൈ വീലിൽ ബെൽറ്റ് കൃത്യമായി വെച്ച ശേഷം നമ്മുടെ വശത്ത്, മുൻവശത്ത് ബെൽറ്റ് കയറ്റി മെഷീൻ ഇങ്ങനെ കറങ്ങത്തക്ക രീതിയിൽ മാത്രമേ ബെൽറ്റ് ഇടാൻ പാടുള്ളൂ. പലരും പുറകുവശത്ത് ബെൽറ്റ് ഇട്ടുകൊണ്ട് കയറ്റിയെടുക്കുന്നതായി കണ്ടിട്ടുണ്ട്. ഇത് തെറ്റായ രീതിയാണ്. മെഷീൻ ബെൽറ്റ് ഇടുന്ന സമയം ഇങ്ങനെ സാധാരണ റൊട്ടേഷനിൽ തന്നെ കറങ്ങത്തക്ക രീതിയിൽ ഫ്രണ്ടിൽ ബെൽറ്റ് ഇട്ടുകൊണ്ട് കയറ്റിയിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നോക്കുക, ഈ ബെൽറ്റിന് ആവശ്യത്തിനുള്ള ബലമുണ്ട്. ഈ ബെൽറ്റ് അധികം അയഞ്ഞു പോകുന്ന തരത്തിലുള്ളതല്ല. കൃത്യമായി വലിയ ബലത്തിൽ നാം ഇപ്പോൾ ബെൽറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ തരം പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് സ്വയമേവ ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ്. വലിയ അളവെടുക്കുന്ന രീതി, തുളയ്ക്കുമ്പോൾ ബെൽറ്റിൻ്റെ മധ്യഭാഗത്തായിരിക്കണം. ക്ലിപ്പ് ഉറപ്പിക്കുമ്പോൾ ഭംഗിയായി ബെൽറ്റ് ചേർന്നിരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക.
സംശയങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിച്ചാൽ ഞാൻ അവയ്ക്ക് മറുപടി നൽകുന്നതാണ്. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മറ്റു വീഡിയോകൾക്കായി കാത്തിരിക്കാം. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ സ്നേഹപൂർവ്വം ഞാൻ ബേബി ആന്റണി, സെൽഫ് മെയ്ഡ് മെക്കാനിക്.